അസ്സലാമു അലൈക്കും. അബ്ദുൽ ഹസനുള്ളതാണ്. സഹോദരന്മാരെ, ഈ വീഡിയോ കാണുന്നവർ എല്ലാം ഈ വീഡിയോ മൊത്തം ഒന്ന് കാണണം. കാരണം എന്ന് വെച്ചെങ്കിൽ ഇത് നമ്മുടെ സനാതന ധർമ്മം എന്ന് പറയുന്ന ഒരു ധർമ്മമുണ്ടല്ലോ. അതായത് ഹിന്ദു വിശ്വാസത്തിൻ്റെ ആചാരം. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വിശ്വാസമാണ്, അതൊരാചാരമാണ്. അത് ഹിന്ദുവിൻ്റെ വിശ്വാസമാണ്. സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആൾ ആരും ഒരു ഇലയെപ്പോലും ഒരു പുഷ്പത്തെപ്പോലും അല്ല ഒരു മനുഷ്യരെപ്പോലും ഒരാളെയും ആക്രമിക്കുകയോ അല്ലെങ്കിൽ വിദ്വേഷം പറയുകയോ അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുകയോ അവരെ വേറെ ഏതെങ്കിലും രൂപത്തിൽ പഴിചാരുകയോ ദ്രോഹിക്കുകയോ ഒന്നും ചെയ്യാത്ത സനാതനധർമ്മം എന്ന് പറയുന്ന ഒരുപാട് ചർച്ചാ വിഷയം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറയാനുള്ള കാരണം വെച്ചെങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതിൻ്റെ ഒരു വിധി കൂടെ വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പോൾ നബിദിനത്തിൻ്റെ അന്ന് കുറഞ്ഞ മുസ്ലിം സഹോദരന്മാർ ഹിന്ദുമതം സ്വീകരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ നബിദിന ആഘോഷത്തിൻ്റെ അന്നേ ദിവസം തന്നെ ഈ സനാതന ധർമ്മത്തിനെ വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് നബിദിൻ്റെ അതായത് നബിദിനം ആഘോഷിക്കുന്ന ദിവസത്തിൽ തന്നെ ഈ മതത്തോട് വിശ്വാസമില്ലാതെ കണ്ട് മുസ്ലിങ്ങൾ സനാതന ധർമ്മത്തിൻ്റെ ബഹുമതി കണ്ടുകൊണ്ട് മതത്തിലേക്ക് വന്നു കണ്ടൊരു വീഡിയോ ഒക്കെ പറയുകയില്ല. അപ്പോൾ ഏതായാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ചർച്ചകൾ നടന്നത് ഞാൻ ഇപ്പോൾ ഇതാക്കിയത്. കാരണം ഈ സനാതന ധർമ്മത്തിൻ്റെ പ്രസക്തി ജനങ്ങളൊന്നും അറിയട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളിപ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന സനാതന ധർമ്മം എന്ന് പറയുന്ന അതുകൊണ്ട് നടക്കുന്ന ആൾ 10 കൊല്ലമായിട്ട് ഭരിക്കുന്നുണ്ട്. ഈ സനാതന ധർമ്മം എന്ന് പറയുന്ന ഇതുണ്ടല്ലോ, എനിക്കത് പറയാൻ നാം അറിയുന്നില്ല. ഏതായാലും ഒരു ഹിന്ദുക്കളുടെ നല്ലൊരു വിശ്വാസം നല്ല ആചാരവും ആ വിശ്വാസത്തിൽ വിശ്വസിക്കുന്നവർ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നവരാണ് ഇപ്പോൾ ഭരിക്കുന്നുള്ളത്. അപ്പം ഞാൻ ഒരു കാര്യം പറയാം. സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന അതിൻ്റെ വക്താക്കളായ ആളുകൾ ഇപ്പോൾ ഭരിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് 2 പ്രാവശ്യം ഇപ്പോൾ കോടതി പഠിത്തൻ്റെ വിധി പറയുന്നത് ബുൾഡോസർ രാജ്യം പാടില്ല എന്നൊരിക്കൽ പറഞ്ഞു. ഇപ്പം അതിൻ്റെ കണക്ക് മൊത്തം പുറത്തു വിട്ടിട്ട് എന്നൊരു ഉണ്ടാകുന്നത് വരെ ഒരാൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരാൾ കുറ്റം ചെയ്താൽ അവരെ വീട് ഇടിച്ച് തകർക്കുന്ന ആ നിയമം ലോകത്തിലില്ലാത്തൊരു നിയമ നീതിയാണ്. അതുകൊണ്ട് ഇനി മേലിൽ സുപ്രീം കോടതിൻ്റെ ഉത്തരവില്ലാതെ കണ്ട് അറിവില്ലാതെ കണ്ട് എന്നെ മുന്നോട്ട് ഈ ദ്രോഹം ചെയ്യരുതെന്ന് ആരും പറയും സുപ്രീം കോടതി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സനാതന ധർമ്മത്തിൻ്റെ ഒരു പ്രസക്തി നമുക്ക് ആദ്യം കാണാം. അതായത് നമ്മൾ ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം അത് വിവരിക്കുന്നത് ആ വീഡിയോ ഒന്ന് കണ്ടേ. ഇന്ത്യയിലെ ബുൾഡോസർ രാജ് അഥവാ ബുൾഡോസറുകൾ വെച്ച് പലരുടെയും വീട് ഇടിച്ചു പൊളിക്കുക, ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് ആരോപിച്ച ഉടനെ അവരുടെ വീട്ടിലേക്ക് ബുൾഡോസർ കയറ്റുക, ഇത്തരം വളരെ വൃത്തികെട്ട പരിപാടികൾ, ലോകത്തിൽ ഒരു രാജ്യത്തും നടക്കാത്ത പരിപാടികൾ പലപ്പോഴും ഇന്ത്യയിൽ നടക്കാറുണ്ട്. ഇത് തികച്ചും അധാർമികവും അസന്മാർഗികവും വൃത്തികേടും ശരിയില്ലായ്മയുമാണ്. ഇതിനെക്കുറിച്ച് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് ദി ഹിന്ദുവിന്റെ ഫ്രണ്ട് ലൈൻ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ അറിയുമ്പോൾ പലപ്പോഴും അത്ഭുതപ്പെടും. ഇന്ത്യയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ 1,50,000-ൽ പരം വീടുകളാണ് ഇടിച്ചു പൊളിച്ചത്. ഞാൻ ഒന്നുകൂടെ പറയാം, 1,50,000-ലധികം വീടുകളാണ് ഇന്ത്യയിൽ ഇടിച്ചു പൊളിച്ചത്. 7,38,000 ആൾക്കാർ അവർക്ക് വീടില്ലാതെ കഴിഞ്ഞ 2 വർഷത്തിൽ ഇല്ലാതായിരിക്കും. എനിക്കറിയാം, കേൾക്കുമ്പോൾ ഞെട്ടൽ തോന്നും. പലപ്പോഴും ഏത് പാർട്ടിക്കാരനാണെങ്കിലും ഇത്രയൊക്കെ സംഭവിക്കുന്നതെന്ന് തോന്നും. BJP-ലെയും RSS-ലെയും സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, ഈ കന്നന്തിരിവിനാണ്, ഈ മോശം പ്രവർത്തിക്കാണ് പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ പലരും കൂട്ടുനിൽക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിൽ 7,38,000 പേർക്ക് വീടില്ലാതായി. നമ്മുടെ വീട് ആരെങ്കിലും ഇടിച്ചു പൊളിക്കാൻ വരുമ്പോഴേ നമുക്ക് അതിന്റെ വേദന അറിയും. അതേപോലെ 1,50,000 വീടുകളാണ് ഇടിച്ചു പൊളിച്ചത്. റിപ്പോർട്ട് ഞാൻ വിശദമായി കൂടെ കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും രാഷ്ട്രീയപരമായി റോള് കളിക്കാനും തങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന് കാണിക്കാനും ആണ് ഇത് ചെയ്യുന്നത്. ഭൂരിഭാഗവും ഇങ്ങനെ മുസ്ലിങ്ങളുടെ, പിന്നോക്കക്കാരുടെ, OBC-കളുടെ, ദളിതരുടെ വീടാണ് പലപ്പോഴും ഇടിച്ചു പൊളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ജൂൺ 19 അക്ബർ നഗർ, ലഖ്നൌവിൽ 1,800 സ്ട്രക്ചേഴ്സ് ആണ് പൊളിച്ചു കളഞ്ഞത്. 1,169 വീടുകൾ, 1,169 വീടുകളും 101 കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റുമാണ്. ഇതെല്ലാം വികസനത്തിന്റെ പേരിലോ പുതിയൊരു റിവർ ഫ്രണ്ട് വേണമെന്ന പേരിലോ ഒക്കെയാണ് പറയുന്നത്. കൂടുതലും മുസ്ലിങ്ങളുടെ പൊളിച്ചു കളയുമ്പോൾ പേരിന് ഏതെങ്കിലും 1-2 ഹിന്ദു പേരുകാരനെയും കൂടെ കളയും. എന്നിട്ട് ഇതെല്ലാം സെക്കുലർ ആണെന്ന് പറയും. ഇതിനൊന്നും ഒരു നന്മയില്ല. ദൈവവും കാലവും കണക്ക് തരാതെ ഇതിന് തിരിച്ചു പോവുകയുമില്ല. അതേപോലെ മറ്റൊരു വീട്, അതും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഏകദേശം ഒരു ദളിത് ബസ്തി, അത് May 6 ബ്രിഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ജയ് ഭീം നഗറിൽ 600 മേക്ക് ഷിഫ്റ്റ് സെറ്റിൽമെന്റ്സ് ആണ് പൊളിച്ചു കളഞ്ഞത്. 3,500 പീപ്പിൾ ഹോംലെസ്സുമായി. കയ്യിൽ ബീഫ് സൂക്ഷിച്ചു എന്ന് കാരണം ഒരുപാട് വീടുകൾ ഇങ്ങനെ പൊളിച്ചു കളഞ്ഞ സംഭവം നമുക്കറിയാം. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എത്ര പരിതാപകരമാണ്. ഹൗസിംഗ് ആൻഡ് ലാൻഡ് റൈറ്റ്സ് നെറ്റ്വർക്ക് HLRN 2024 അവരാണ് ഇതിന്റെ കണക്കെടുക്കുന്നത്. അവർ കണക്കെടുക്കുമ്പോൾ 1,53,820 വീടുകൾ 2022-2023 പൊളിച്ചു കളഞ്ഞു. ആലോചിച്ച് നോക്കണം, ഒരു വീടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടാണ്. ഞാനൊരു പുതിയ വീടുണ്ടാക്കിയിട്ടുണ്ട്, ആ വീട്ടിലായിരിക്കുന്നത്.
ആരെങ്കിലും എൻ്റെ വീടിന് നേരെ വന്നാൽ ഞാൻ എന്ത് റെസ്പോണ്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ആ രീതി ദേഷ്യം വരും. 1,53,000 പാവങ്ങളുടെ വീടുകളാണ് ഇടിച്ചു കളഞ്ഞത്. 7,38,438 വ്യക്തികൾ റൂറൽ അർബൻ ഏരിയാസിൽ ഇതേപോലെ ബേഘർ അല്ലെങ്കിൽ വീടില്ലാതായി. 1.68 മില്യൺ, അതായത് 16,80,000 ആൾക്കാരെയാണ് ഇത് അഫക്റ്റ് ചെയ്തത്. എന്തൊരു ദ്രോഹമാണ് ഇത് ചെയ്യുന്നത് എന്നൊരു തിരിച്ചറിവ് നമുക്ക് തീർച്ചയായിട്ടും വേണം. ഈ റിപ്പോർട്ട് തീർച്ചയായും നിങ്ങൾ വായിക്കണം. അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട, അതായത് നമുക്ക് വേദന തോന്നുന്ന ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ, ഭാരതീയ എന്ന നിലയിൽ വിഷമം തോന്നുന്നതാ. അതേപോലെ ഖാർഗോണിലെ രാംനവമി ഹനുമാൻ ജയന്തി സെലിബ്രേഷൻസ്, മിക്കവാറും ഈ സെലിബ്രേഷൻസിൽ പ്രശ്നം ഉണ്ടാക്കുന്നതെല്ലാം തീവ്ര വലതുപക്ഷക്കാരാണ്. മുസ്ലിങ്ങളുടെ വീടുകൾക്ക് കല്ലെറിഞ്ഞ് അവരെ പ്രകോപിപ്പിച്ച് അവരെ ചീത്ത വിളിച്ച് റെസ്പോൺസ് എടുക്കും. അന്ന് ഗവൺമെന്റ് ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ് 16 വീടുകളും 29 ഷോപ്പുകളുമാണ് മുസ്ലിങ്ങളുടെ പൊളിച്ചു കളഞ്ഞത്. അതിൽ ഒരു വീട് പ്രധാനമന്ത്രി, അതായത് നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ നിർമ്മിച്ച വീട് കൂടിയായിരുന്നു. ഇവിടെയാണ് ഈ ദ്രോഹം ചെയ്യുന്നതിന് കാലവും ദൈവവും കണക്ക് തരാതെ തിരിച്ചു പോകില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണം. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ ഇത്. അതായത് 50-52% മുസ്ലിങ്ങളെ ഭവനങ്ങൾ, അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ 1.5 ലക്ഷത്തോളം ഭവനങ്ങൾ നശിപ്പിച്ചത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും താണജാതി എന്ന് പറയുന്ന ഹിന്ദുക്കളായ പാവങ്ങളായ ദരിദ്രരായ, ഒരു 3 നേരം ഭക്ഷണം പോയിട്ട് 2 നേരം പോലും ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഒരു മര്യാദയ്ക്ക്, അതായത് സമാധാനത്തോടുകൂടി ഒരു വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത ഭവനങ്ങൾ എല്ലാം ചുട്ടുകരിക്കും, ബുൾഡോസർ രാജ് ചെയ്യും. എല്ലാം തകർത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ സനാതന ധർമ്മത്തിൻ്റെ കൈകാര്യം ചെയ്യുന്ന ആളുകളോട് നമ്മൾ രാഹുൽ ഈശ്വർ പറഞ്ഞത്, ഈ RSSകാരും BJPക്കാരും ചെയ്യുന്നത് ക്രൂരതയാണ്. അതുകൊണ്ട് ഇതെല്ലാവരും അവരിലേക്ക് എത്തിക്കൊണ്ടു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ ഈ സനാതന ധർമ്മത്തിൻ്റെ ഒരു പ്രസക്തി അറിയാൻ. അപ്പം ഇതിപ്പോൾ ജനങ്ങളിപ്പോൾ കണ്ടു ചെയ്താലും മനസ്സിലായത്, ഇപ്പം നമ്മളാരും മുസ്ലിങ്ങളാരും പറഞ്ഞു തന്നെ രാഹുൽ ഈശ്വറിൻ്റെ വകയായിട്ട് പറഞ്ഞു ഒന്നുമില്ല, ആരും കിട്ടുന്നത് ഉണ്ടാക്കിയൊന്നുമില്ല. ഇന്ത്യൻ്റെ നീതിപീഠം സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കാണിച്ചത്. ഇതാണ് മുസ്ലിങ്ങൾക്ക് ഇപ്പം വന്ന ഭരണത്തിന് ശേഷം മുസ്ലിങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ദരിദ്രരായ പാവങ്ങളായ ആളുകൾക്കും കിട്ടിയ ഈ സനാതന ധർമ്മത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ഗുണം. മറ്റൊന്ന് എനിക്ക് പറയാനുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കൂടെ കാണിക്കാനുണ്ട്. അതായത് പ്രവാചകൻ്റെ ജന്മദിനാഘോഷം വന്നന്ന ദിവസം കുറച്ച് ആളുകൾ, മുസ്ലിം സമുദായത്തിൻ്റെ നാമധാരികളായ ആളുകൾ ഈ സനാതന ധർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ട് മതം മാറുമ്പോൾ ഒരു സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ഒരു പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങൾ കണ്ടു. ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും പുരാതനമായ സനാതന ഹിന്ദു ധർമ്മത്തിന്റെ വിശ്വാസികളാണ്. ഞങ്ങൾ പുഴകളിലും പൂക്കളിലും മലകളിലും മിണ്ടാപ്രാണികളിലും ഭഗവാനെ ദർശിക്കുന്നു. സഹജീവികൾ ഞങ്ങൾക്ക് പാപികളല്ല, സഹജീവികൾ ഞങ്ങൾക്ക് താത്രികളല്ല, സഹജീവികൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. കണ്ടില്ലേ, അത് നാമധാരികളായ ആരോ കുറച്ച് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇസ്ലാമിൻ്റെ ശരിക്കും അറിയാത്തവരായിരിക്കാം, എന്നാൽ അറിയാത്തവരട്ടെ, അതിൽ മറ്റൊരു ഭാഗം. അങ്ങനെ ആരോ മതം സ്വീകരിച്ചു, ഇസ്ലാം എന്ത് മതം സ്വീകരിച്ചു എന്നതിനെ പറ്റിയിട്ട്, അതായത് പ്രവാചകനെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ ദിവസം തന്നെ ഇവർ ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. ആ വീഡിയോക്ക് ഹെഡിങ് കൊടുത്ത് തന്നെ മുഹമ്മദിൻ്റെ വീട് ജന്മദിന ആഘോഷത്തിൻ്റെ അന്നത്തെ ദിവസം തന്നെ മുസ്ലിങ്ങൾ ഹിന്ദു മതത്തിലേക്ക് ചേക്കേറിയത്, അതായത് മുസ്ലിം സമുദായത്തിന് വിശ്വാസമില്ലാത്തതുകൊണ്ട് അങ്ങനെ ചേക്കേറിയത്. അപ്പം ഈ സനാതന ധർമ്മം വിശ്വസിച്ച് പോയ മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഹിന്ദുവിനൊക്കെ പോയ മുസ്ലിങ്ങളോട് പറയാനുള്ളത്, ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഇതുണ്ടല്ലോ, അതാണ് സനാതന ധർമ്മം എന്ന് പറഞ്ഞത്. എന്ന് ഈ 10 കൊല്ലം മോഡി ഭരിച്ച സന്ദർഭത്തിൽ ഇന്ത്യ രാജ്യത്തിലുള്ള മുസ്ലിങ്ങളെ എന്താ ആക്കി ചെയ്തു വെച്ചത് എന്നുള്ളതിനൊരു തെളിവാണ് ഇന്ത്യൻ നീതിപീഠം പറഞ്ഞതും. അത് രാഹുൽ ഈശ്വറിന് ശക്തമായ രൂപത്തിൽ അതിനെ അറിയിക്കും കൂടി നമുക്ക് ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പോൾ അവർ അത് കണ്ടിട്ട് മനസ്സിലാക്കണം. അതായത് ഈ സനാതന ധർമ്മത്തിൻ്റെ, പിന്നെ ഈ സനാതന ധർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റേ ഇതുണ്ടല്ലോ, ഇത് സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ച സഹോദരൻ ഉണ്ടല്ലോ, ഓനോടൊക്കെ പറയാനുള്ളത്, ഒരു 10 മുസ്ലിംസോ അല്ലെങ്കിൽ 100 മുസ്ലിംസോ എന്നെ 1000 മുസ്ലിങ്ങളോ എന്നെ മറ്റേത് മതത്തിൽ പോയാലും മുസ്ലിങ്ങൾക്ക് ഒരു പ്രതിഷേധമില്ല. കാരണം എന്താ വെച്ചെങ്കിൽ ഞങ്ങളൊരു മതത്തിൻ്റെ ഒരു കാര്യമുണ്ട്, അത് കയ്യൂരി നിന്ന് പഠിക്കണം. അതായത് മുസ്ലിമായിട്ട് ജനിക്കും, മുസ്ലിം അല്ലാതെ രൂപത്തിൽ മരിക്കും, വിശ്വാസമില്ലാതെ കൊണ്ട്. അതുപോലെ വിശ്വാസി അല്ലാതെ ഒരു അവിശ്വാസിയായി ജനിച്ചവൻ ഇസ്ലാമിലെ വിശ്വാസമായിട്ട് മരിക്കും ഞങ്ങളീ പറഞ്ഞു. അത് എനിക്ക് വേണമെങ്കിൽ ഇപ്പം ഞങ്ങൾ ഇങ്ങനത്തെ സന്ദർഭത്തിൽ നമുക്ക് പറയുന്നുണ്ട്, ഞങ്ങൾ ഖുർആനിൽ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ സാധാരണ പറയാറുണ്ട്, അത് മുസ്ലിങ്ങൾ ഇങ്ങനെ പറയുന്നത് അല്ല. അങ്ങനത്തെ സനാതന ധർമ്മത്തിൻ്റെ പുറത്ത് നടക്കുന്ന ആളുകൾ
നമ്മളീ പറയുന്ന സത്യമല്ല കളവ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് ഇപ്പം തന്നെ പഠിച്ചു വരുന്നില്ല. കാരണം ഈ മുസ്ലിം സമുദായം തന്നെ 73 വിഭാഗമാവും സഹോദര. ഈ മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പഠിക്കാനുണ്ട്. അത് പഠിച്ചാലേ മനസ്സിലാവും ഇതെങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ട്. ഇത് മുന്നേ പറഞ്ഞതാണ്, ഹിന്ദു മതം എന്ന് പറഞ്ഞിട്ടില്ല. മുസ്ലിമായിട്ട് ജനിക്കും, മുസ്ലിം അല്ലാതെ വിശ്വാസത്തിലുള്ള മരണം അവർക്ക് സംഭവിക്കും. അതുപോലെ തന്നെ മുസ്ലിം അല്ലാത്ത ആളുകൾ ജനിക്കും, എന്നിട്ട് അവർ മുസ്ലിമിൻ്റെ മതവിശ്വാസത്തിൽ അവർ മരണപ്പെടും. ഇത് ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൽ എത്രയോ 1400 വർഷങ്ങൾക്ക് മുമ്പേ ഇത് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഇസ്ലാമിക വിശ്വാസത്തിൽ കൂടെ പെട്ടതാണ്. അതുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ 1, 4, 5, 10 ആളുകൾ മുസ്ലിങ്ങളൊന്നും പോയാലും ഞമ്മക്ക് എന്തൊരു വിഷമവുമില്ല. അവർ പോയി നല്ല സമാധാനം ജീവിക്കട്ടെന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഞമ്മക്ക് അവർ പറയേണ്ടതെന്ന് വെച്ചെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഹിന്ദു ഒരു മുസ്ലിമിലേക്ക് വന്നാൽ നിങ്ങളെന്താണ് വെപ്രാളം കാണിക്കുന്നത്? ഞങ്ങൾ കാണിക്കാതെ വെപ്രാളം നിങ്ങൾ കാണിക്കുന്നതിന് ഞങ്ങൾക്ക് ഇനി എത്ര മുസ്ലിം പോയാലും പ്രശ്നമില്ല. ഞങ്ങൾ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. കാരണം വെച്ചെങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്നത് മാത്രമല്ല, ഞാനിപ്പോൾ പറഞ്ഞില്ലേ 73 വിഭാഗമായിട്ട് മുസ്ലിങ്ങൾ നശിക്കപ്പെടും എന്നുള്ളതാണ്. അതിൽ ഒരു വിഭാഗം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. വേണ്ട സഹോദരനോട് നീ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്, അതായത് ഈ മുസ്ലിം സമുദായം എവിടത്തോളം തകരുന്നറിയോ? ഇപ്പോൾ സംഘികൾ പറയാറുണ്ടല്ലോ കയപ്പം പൊളിക്കാൻ പോകും മക്കം പൊളിക്കുന്നല്ലേ. നിങ്ങളെ കൊണ്ട് ഈ ജീവിതത്തിൽ പൊളിക്കാൻ പറ്റില്ല. പക്ഷെ പൊളിക്കുന്നവരെന്നറിയോ? ഇതേ മുസ്ലിം തന്നെയാണ്. ഇതാണ് ഈ മുസ്ലിംസിൻ്റെ വിശ്വാസത്തിന് വേറൊരു പ്രത്യേകത. അവിടത്തോളം മുസ്ലിങ്ങൾ എത്തും എന്നുള്ളതാണ് ഇതിൻ്റെ വിശ്വാസം. അപ്പോൾ അതൊക്കെ നീ പഠിച്ചാൽ അത് ശരിക്കും ഈ പറയുന്ന സംഖ്യ ഈ സനാതന ധർമ്മത്തിൻ്റെ പോയത്തിലുള്ള പറഞ്ഞ ഈ സംഖ്യകളൊക്കെ ഉണ്ടല്ല, അവർ ഈ മുസ്ലിം സമുദായം അങ്ങനെ മതം മാറിയിട്ട് പോയതും ഇതൊക്കെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ പറ്റിയിട്ട് മുൻകൂട്ടി പഠിക്കുകയാണെങ്കിൽ ആ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം മതം സ്വീകരിക്കും. ഉറപ്പാണ്, സംശയമൊന്നുമില്ല. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യമൊക്കെ ഇനി വരാൻ പോകുന്ന കാര്യം ഞങ്ങളെ കയപ്പത്തിൻ്റെ കല്ലുണ്ടല്ലോ, അതുപോലും ഒരു കറുത്ത വർഗത്തിൽപ്പെട്ട കുറിയ മനുഷ്യരായ ആളുകൾ, എത്യോപ്യക്കാരായ ബിലാലിൻ്റെ കളറിൽപ്പെട്ട ആളുകൾ, മുസ്ലിമായ ആളുകൾ, ആഫ്രിക്കൻ കൺട്രിക്കാരന് കയബത്തിൻ്റെ കല്ലെടുത്തിട്ട് കടലിലേക്ക് ചാടുന്നത് പോലും ഞാൻ കാണുന്ന പ്രവാചകൻ പറഞ്ഞ് അയച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആടത്തോളം മുസ്ലിങ്ങൾ തകരും എന്നുള്ളത്. അതുകൊണ്ട് മുസ്ലിം ഇല്ലാണ്ടാവുന്ന വിശ്വാസം ഇല്ലാണ്ടാവുന്നല്ല, ഈ ഇസ്ലാമിക ചരിത്രം അങ്ങനെയാണ്. പിന്നെ അവിടുന്ന് കുറേ മാറ്റങ്ങൾ പിന്നെ വരാണ്ട് മൊത്തം ഇസ്ലാമിക വിശ്വാസികളായിട്ട് ഈ ലോകം അവസാനിക്കുന്നില്ല. ഇതൊക്കെ പഠിക്കണമെങ്കിൽ ഒരുപാട് നാളുണ്ട്. അതൊന്നും പിന്നെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ എന്ന് വെച്ചാൽ ഇത് താത്താൻ്റെ ചെറിയൊരു കാര്യം ഞാൻ പറയാം. പക്ഷേ സനാതന ധർമ്മത്തിനെ പറ്റിയിട്ട് പോയി പറഞ്ഞുകൊണ്ട് നമ്മൾ സുപ്രീം കോടതി ഇപ്പോൾ അടുത്ത് പറഞ്ഞല്ലോ. അപ്പോൾ അതൊന്ന് ജനങ്ങളെന്നെ ശരിക്കും അറിയണം. പിന്നെ രാഹുൽ ഈശ്വർ പറഞ്ഞു എല്ലാവരും ഈ സനാതന ധർമ്മത്തിൻ്റെ ആളുകൾ ചെയ്യുന്നത് എന്ത്, പ്രത്യേകിച്ച് BJP-ക്കാരും RSS-കാർക്കൊക്കെ എത്തിച്ചു കൊടുക്കണമെന്ന് അദ്ദേഹം കൂടെ പറഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ഈ ഒരു മതം മാറ്റം കൂടെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ വലിയൊരു ആഹ്ലാദം കാണുമ്പോൾ ഏതായാലും കുറച്ചും കൂടെ സനാതന ധർമ്മത്തിനെ പറ്റി ഈ പ്രസക്തിക്ക് ജനങ്ങളെ അറിയിക്കണമെന്ന്. ഇപ്പം സനാതന ധർമ്മത്തിൽ സത്യവും നീതിയുമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷമുണ്ട്. ആർക്ക് വേണമെങ്കിലും അവരവരുടെ മതം മാറി വിശ്വസിക്കാനും മാറി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം. പക്ഷെ മുസ്ലിങ്ങളിലേക്ക് ആരെങ്കിലും ഒരു ഹിന്ദു ഇങ്ങോട്ട് വന്നാൽ നിങ്ങളെന്ത് വെപ്രാളം കൊടുക്കുന്നതാണ്. ഞങ്ങൾക്കില്ലാത്ത ഭയം വെപ്രാളം നിങ്ങൾക്കാണ് എന്നുള്ളതാണ്. മുസ്ലിങ്ങൾക്ക് അതിന് ഭയമില്ല, ഞങ്ങൾക്കുള്ളവർ മതി. ഞങ്ങളിത് പറയുന്നുണ്ടല്ലോ ലക്കും നിനക്കും വരി നിനക്ക് നിൻ്റെ ഞമ്മക്ക് വരി. ഒരാളെയും മുസ്ലിമിനോട് കൂടെ നിർബന്ധം നിൽക്കണമെന്ന് ഒരു ഇസ്ലാമിൽ പറയുന്നില്ല. എനിക്ക് വിശ്വാസമില്ല, എനിക്ക് സൗകര്യം പോയിക്കോന്നാണ് പറയുന്നത്. പിന്നെ ഞമ്മക്കതിന് ഭയമൊന്നുമില്ല. അതുകൊണ്ട് ആരെങ്കിലും ഹിന്ദുവിലേക്ക് പോയി നിന്നിട്ട് മുസ്ലിങ്ങളോട് ഭയപ്പെടുന്നില്ല. പക്ഷേ ഈ സന്ദർഭത്തിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇത് ഉണർത്തി നേടൂ. ആരും പരിഹസിക്കാനോ വിമർശിക്കാനോ എന്നല്ല. ഇന്ന് സുപ്രീം കോടതിൻ്റെ ഓർഡർ വന്നതെങ്കിൽ ഇനി മുതൽ ഒരു വ്യക്തി ആരെങ്കിലും തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ ആളെ വീട് വിളിക്കൽ വലിയ തെറ്റാണ്. സുപ്രീം കോടതി അറിയാണ്ട് തൊടാൻ പാടില്ല. ഇത് ജനങ്ങളൊന്ന് അറിയിട്ടെന്നിട്ട് മാത്രമേ ഉണ്ടാക്കിയ വീഡിയോന്ന് ആരും പരിഹസിക്കാനൊന്നല്ല. എല്ലാവരും സ്വതന്ത്രമായിട്ട് ജീവിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് സംരക്ഷണം ഉണ്ടാവട്ടെ, വിജയം ഉണ്ടാവട്ടെ, ഐക്യം ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത് വിൽക്കാൻ എല്ലാവർക്കും ജയ് ഹിന്ദ്.